പല്ല ബേബി എവിടൊക്കെ പോണേ? എന്തിനാ ഡ്രസ് എടുക്കണേ? സൂപ്പർ ഡ്രസ് എടുക്കാനാ? ഹലോ ഗൈസ്, അപ്പോൾ ഫെല്ലമോള് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സൂപ്പർ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. ഇപ്പം എന്തിനാ ഡ്രസ്സ് എന്നല്ലേ, നമ്മുടെ ഇക്കാക്കാൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവർ കാറിലും പോയി, നമ്മൾ ബൈക്കും പോലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട. പോണ വഴിക്ക് ഫെല്ലമോൾക്ക് കുറച്ച് സ്വീറ്റ്സും ബിസ്ക്കറ്റ്സും ഒക്കെ മേടിച്ചു, അല്ലെങ്കിൽ ആൾ മര്യാദയ്ക്ക് ഇരിക്കൂലേ. എടപ്പാളുള്ള ഷോപ്പിക്കേക്കാണ് കേട്ടോ നമ്മൾ പോയത്. അങ്ങനെ ആദ്യം നമ്മൾ ബ്രൈഡിനുള്ള ഡ്രസ്സൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. കൂടെ എൻ്റെയും കൂടി ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഗൗണിൽ നോക്കി. ഗൗണിൽ ഒരു വൈറ്റ് തീമായിരുന്നു അവനക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ അതും കൂടി സെലക്ട് ചെയ്യുന്നുണ്ട് നോക്കിയിട്ട്. കുഴപ്പമില്ലാത്ത നല്ല രസമുള്ള മോഡലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഫെല്ലമോളൊന്നും നോക്കിയപ്പോൾ മൂപ്പരാൾ ഒരേ കളിയാണ്. അവൾക്ക് മിഠായി വേണ്ട, ചോക്ലേറ്റും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ കുറച്ചൊക്കെ സെർച്ച് ചെയ്തതിന് ശേഷം കുഴപ്പമില്ലാത്ത രസമുള്ള ഒരു മോഡൽ കിട്ടിയിട്ട് നമുക്ക്, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ ബ്രൈഡിൻ്റെത് ഏകദേശം നോക്കിയായപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെഹദിക്കാട്ടാണ് പോയത്. അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു, നല്ല രസമായിട്ട് കഴിച്ച്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കൈ കഴുകാൻ പോയപ്പോൾ എല്ലാവരും മിനറൽ വാട്ടർ ഇട്ടാണ് കൈ കഴുകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും നല്ല ഹോട്ടലോ. നോക്കുമ്പോൾ ഗായ്സ് വെള്ളം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളതിൽ നിന്ന് മുക്കിയെടുത്ത് കൈ കഴുകാൻ. അങ്ങനെ താഴെ വന്നപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും കാവ സെർവ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഞാനും കുടിച്ചു. അങ്ങനെ അതും കുടിച്ച് നമ്മൾ വേഗം ഷോപ്പിക്ക് തന്നെ പോകുന്നു കേട്ടോ. നമുക്കുള്ളതും കൂടി നോക്കണമല്ലോ. അങ്ങനെ ഞാൻ ഫെല്ലമോൾക്കുള്ളതൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണേ. ഫെല്ലമോളെ നല്ല ഉറക്കിലായിരുന്നു കേട്ടോ. അവൾക്കുള്ള ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫെല്ലാക്ക് ഉള്ളത് എടുക്കുമ്പോൾ ആകെ കൺഫ്യൂഷനായിരുന്നു ഏതെടുക്കുന്നു. അത്രയും നല്ല കളക്ഷനായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നോക്കിയതിൻ്റെ ശേഷം നമുക്ക് 3-4 ടൈപ്പ് ഇഷ്ടപ്പെട്ട്. അങ്ങനെ അതൊക്കെ ഒന്ന് ഫെല്ലാക്ക് ട്രൈ ചെയ്ത് നോക്കി. ഫെല്ല ഉറങ്ങിയതിൻ്റെ കാരണം മൂഡൊക്കെ ഒന്ന് നോക്കിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ആൾ നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. ഈ ഒരു മോഡലിന് ബാഗൊക്കെ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ മൂപ്പരാൾക്ക് പിന്നെ ഇതന്നെ മതി, വേറെ ഒന്നും വേണ്ട. കുറച്ചൊക്കെ ഇട്ടതിന് ശേഷം ആൾക്ക് പിന്നെ എന്തോ തോന്നി. അപ്പോൾ പിന്നെ ഇതൊന്നും വേണ്ട, എനിക്കിഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ മെല്ലെ അങ്ങോട്ട് മാറ്റി വെച്ചു. അത് പിന്നെ ആൾക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വേഗം വേറെ ഡ്രസ്സ് നോക്കി. ഇത് കുഴപ്പമില്ല കേട്ടോ, ഇത് ആൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെ നോക്കാനൊന്നും നിന്നില്ല, അത് തന്നെയാണ് ഫിക്സ്. പിന്നെ നമ്മൾ പപ്പാക്കുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് താഴ്ത്ത് വന്നേക്കാണ് കേട്ടോ. ഫെല്ല അവിടെ എന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് വന്നിട്ടാണ്. അവിടെ നല്ല കോഫി ആയിരുന്നിട്ടുണ്ടായിരുന്നത്, ബിസ്ക്കറ്റും കോഫിയും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കോഫിക്കും ബിസ്ക്കറ്റിനും ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പറയട്ടാ. പിന്നെ നമ്മൾ അവിടുത്തെ ജ്വല്ലറീസൊക്കെ ഒന്ന് നോക്കി. നമുക്ക് വേറെ ഷോപ്പിൽ നിന്ന് എടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കി, കളറും കാര്യങ്ങളൊക്കെ ഒന്ന് മാച്ചിങ് ആണോ എന്നുള്ളത്. കൂടെ ഞാൻ എനിക്കും കൂടിയിട്ടുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ജ്വല്ലറീസൊക്കെ പിന്നെ നമുക്ക് അടുത്ത ദിവസം നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടുത്തെ സ്റ്റാഫ്സൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയ ചേച്ചി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഇത് പിന്നെ പിറ്റേ ദിവസം നമ്മൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഡ്രസ്സ് മാത്രമാണ് ഇപ്പോൾ സെറ്റായിട്ടുള്ളൂ, ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും സെറ്റായിട്ടില്ല. അപ്പം നമ്മൾ നേരെ ഗോൾഡൻ കപ്പിക്കാണ് കേട്ടോ പോയത്, റെൻ്റൽ ഓർണമെൻറ്റ്സ് നോക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ബ്രൈഡിനുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ ഞങ്ങൾ നോക്കിയത്. അപ്പോൾ ഓരോന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ എനിക്കും റിനോളുള്ളതും കൂടിയിട്ടും ഞങ്ങൾ നോക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടേതും ബ്രൈഡിൻ്റെതും ഒക്കെ സെറ്റായതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. പിന്നെ നമ്മൾ ഫെല്ലാൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് നെസ്റ്റോക്ക് പോയിട്ടുണ്ടായിരുന്നു. മുടി വെട്ടിക്കഴിഞ്ഞാൽ സുന്ദരിയാവും. അതുപോലെ തന്നെ നമുക്ക് പോകുമ്പോൾ ഐസ്ക്രീമും മിഠായും ചോക്ലേറ്റ്സൊക്കെ മേടിക്കാൻ പറഞ്ഞപ്പോൾ ആൾ അനങ്ങാണ്ട് തന്നെ ഇരുന്നിരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് പിന്നെ ഫെല്ലാൻ്റെ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ പോയത് ഗോൾഡ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ, ബ്രൈഡിനുള്ള. അങ്ങനെ അവൾക്കുള്ള ഗോൾഡ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയത് പൊന്നാനിയിലുള്ള സോന ഗോൾഡൻ ഡയമണ്ട്സിക്കാണ് കേട്ടോ. അവൾക്ക് കൊണ്ടുപോകാനുള്ള ഹാമ്പറും കാര്യങ്ങളും നമുക്ക് തന്നെ സെറ്റാക്കിയാലോ എന്ന് ഞാൻ ഇക്കാട് പറഞ്ഞപ്പോൾ അവനക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടാണ്. നമ്മൾ കസിൻസും എല്ലാവരും കൂടി സെറ്റാക്കാനിരിക്കുമ്പോൾ അടിപൊളിയായിരിക്കില്ലേ. ഞാൻ ഓരോ ഐറ്റംസും വെക്കാനുള്ള ഹാമ്പർ സെലക്ട് ചെയ്യുമ്പോൾ അവൻ പിന്നീട് ചോദിക്കുന്നുണ്ട്, നിനക്ക് പറ്റുമല്ലോ അല്ലേ. അപ്പം ഞാൻ പറയും, നമുക്ക് പിൻട്രസ്റ്റും യൂട്യൂബും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് അതിലൊക്കെ നോക്കിയിട്ട് സെറ്റാക്കാമെന്ന്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസും കൂടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ ചെരുപ്പും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മാക്സിൽ കാട്ടാ പോയത്. അങ്ങനെ അവിടുന്ന് എല്ലാവർക്കുള്ള ചെരുപ്പും ഒക്കെ എടുത്തിട്ടാണ്, ബ്രൈഡിനുള്ളതും എനിക്കുള്ളതും റീനുവിനുള്ളതും ഉമ്മാക്കുള്ളതും ഫെലമോൾക്കുള്ളതും ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിൽ പോയി. പിന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാട്ടാ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.